എന്തൊരു ചൂടാ, കറണ്ടും ഇല്ല. മനുഷ്യനാണെങ്കിൽ പുകഞ്ഞ് ചാവാറായി. എന്നുണ്ട് രാത്രി 10 മണിയാകുമ്പോ തുടങ്ങും. നിന്റെ നേതാവിനെ വിളിച്ച് ചോദിക്കാൻ എന്താ കറണ്ട് ഇല്ലാത്തെന്ന്. എന്നടാ സുമേഷ് പാതിരാത്രിക്ക്? നേതാവേ, ഇവിടെ കറണ്ട് ഇല്ലല്ലോ. കറണ്ട് ഇല്ലേ? ഇല്ല നേതാവേ, ഇവിടെ ഒന്നും ഇല്ല, ചുറ്റുംപുറമൊന്നും ഇല്ല. അവിടെ കറണ്ട് ഉണ്ടോ? ഇവിടെ കറണ്ട് ഉണ്ടല്ലോ. അവിടെ കറണ്ട് ഉണ്ടെന്നാ പറയണേ. നമ്മുടെ വീടിന് 4 വീട് അപ്പുറല്ലേ പുള്ളി താമസിക്കണേ. നിന്റെ വീടിന്റെ പുറത്ത് മീറ്ററിലുള്ള വല്ല പീസും പോയതായിരിക്കും. നീ ഒന്ന് നോക്ക്. ഫീസൊന്നും പോയിട്ടില്ല. ഫീസൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിടക്കണേ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കറണ്ട് ഇല്ലാന്ന്. എടാ ഇവിടെ കറണ്ട് ഉണ്ടാ? നീ കേൾക്കണത് ടിവിയുടെ സൗണ്ട് അല്ലേ? ആ ശരിയാണല്ലോ, അവിടെ ടിവിയുടെ സൗണ്ട് കേൾക്കണ്ട്. നീ കേൾക്കണത് മിക്സിയുടെ സൗണ്ട് അല്ലേ? ആ അമ്മേ, അവിടെ മിക്സിയും വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ സൗണ്ട് ഇപ്പൊ കേൾപ്പിച്ചു. നേതാവേ, ഇതൊരു അപ്രഖ്യാപിത പവർ കട്ട് അല്ലേ? എടാ പവർ കട്ട് എന്നൊന്നും പറയല്ലേ. ഇത് ചെറിയൊരു നിയന്ത്രണം. ബന്ധു മാറി ഹർത്താലായില്ലേ, അത്രേ ഉള്ളൂ. എന്ത് മാറി ഹർത്താൽ? എടാ 50 കിലോ തലയിൽ ചുമക്കുന്ന ഒരാളുടെ തലയിൽ 150 കിലോ എടുത്തു വെച്ചാ എന്തായിരിക്കും അവസ്ഥ? 150 കിലോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ലോഡല്ലേ. അപ്പൊ ആ ലോഡ് അവന് ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വെക്കണ്ടേ? അപ്പോ ലോഡ് ഷെഡിങ് എന്നെ കൊണ്ട് പറയുകയാണ്. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രം. അത് തന്നെയല്ലേ നേതാവേ ഈ പവർ കട്ട് എന്ന് പറയുന്ന സാധനം? അതിന് ചുമ്മാ പവർ കട്ടെന്നും പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അല്ല നേതാവേ, നമ്മുടെ ഒരു 5 വർഷത്തെ വൈദ്യുതിയുടെ ഉപയോഗം മുൻകൂട്ടി കണ്ട് അതനുസരിച്ചിട്ട് ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഒക്കെ ഒന്ന് കൂട്ടിയെങ്കിൽ ഈ പ്രശ്നം ഇപ്പൊ ഉണ്ടാവുമായിരുന്നോ? ഡാഡി, പൈനാപ്പിൾ ജ്യൂസ് എടുക്കട്ടെ? ഡാഡിയോ? പൈനാപ്പിൾ ജ്യൂസോ? എടുത്ത മോളെ, ജോഗിങ് പോകാൻ സമയമായി. നേതാവ് ഇപ്പൊ എവിടെയാ? ഞാൻ അമേരിക്കയില്, മോളുടെ അടുത്ത്. ഇവിടെ കറണ്ട് ഉണ്ടാ? കൊള്ളാം, പുള്ളി അമേരിക്കയിൽ, പുള്ളിയുടെ മോളുടെ അടുത്ത്. അവിടെ കറണ്ട് ഉണ്ടോ? എടാ ചിക്കാഗോയില് 2 ദിവസം കഴിഞ്ഞാൽ മോൻ്റെ അടുത്തേക്ക് പോകണം, ന്യൂയോർക്കില്. നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരോടും പറയാൻ നിന്നില്ല. നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടും വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല. ഇവിടെയാണെങ്കിൽ എല്ലാം ഉണ്ട്, ആവശ്യത്തിലധികം. എന്ത് സുഖമാണ്. അവന്റെ നേതാവ് എന്നാ പച്ചോടാ, എനിക്ക് ഓടാൻ പോകാൻ സമയമായി. ജോഗിങ്. ശരി ശരി. സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞ നേതാവ് എവിടെ കിടക്കണം? അത് കേട്ട് പോരാടാൻ ഇറങ്ങിയ നീ എവിടെ കിടക്കണം? കേരളത്തിന്റെ ഒരു അവസ്ഥയെ. നിന്നെയൊക്കെ നേരത്തും കാലത്തും വിദേശത്ത് പഠിപ്പിച്ചത് എന്ത് നന്നായി. ഐ ഹേറ്റ് കേരള. അയ്യോ അങ്ങനെ പറയല്ലേ. പ്രഭുത്വ കേരളയിലുള്ളതുകൊണ്ടാ ഞാനൊക്കെ ജീവിച്ചു പോണത്. ചൂടെടുത്തിട്ട് വയ്യാമേ, ഒന്ന് വീശിത്താമേ.